വെൽക്കം ബാക്ക് ടെക്സി ടിക്ലേഴ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് ഒരു ടേബിൾ ഡിസൈൻ ചെയ്യുക. HTML പ്രോഗ്രാമിൽ എങ്ങനെ ഒരു ടേബിൾ ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പബ്ലിക് എക്സാമിന് പ്രാക്ടിക്കൽ എക്സാമിന് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഡിസൈൻ എ വെബ് പേജ് ആസ് ഷോൺ ബിലോ യൂസിങ് അപ്പോപ്രിയേറ്റ് ലിസ്റ്റ് ടാഗ്. ലിസ്റ്റ് ടാഗ് യൂസ് ചെയ്തിട്ട് താഴെ തന്നിട്ടുള്ള രീതിയിൽ ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യണം. വെബ് പേജിൻ്റെ കണ്ടൻറ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതിന് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ലിസ്റ്റ് ടാഗാണ്. അപ്പോൾ നമ്മൾ HTML 3 ടൈപ്പ് ലിസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡെഫിനിഷൻ ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് ഓർഡേർഡ് ലിസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓർഡേർഡ് ആണോ അൺഓർഡേർഡ് ആണോ അതേപോലെ ഡെഫിനിഷൻ ലിസ്റ്റ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ജസ്റ്റ് ഇവിടെ നോക്കുക. അൺഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ ഈ ലിസ്റ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുക ബുള്ളറ്റ് രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ സ്ക്വയർ രൂപത്തിലായിരിക്കും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവുക. ഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ ഈ ബുള്ളറ്റിൻ്റെ സ്ഥാനത്ത് 1 2 3 ഓർ ABCD ഓർ റോമൻ ലെറ്റർ 1 2 3 ആ ഓർഡറിലായിരിക്കും. ഇനി ഡെഫിനിഷൻ ലിസ്റ്റ് ആണെങ്കിൽ ഒരു ഡെഫിനിഷൻ ടേം കൊടുത്തിട്ടുണ്ടാവും. ദെൻ ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഡാറ്റ, ഒരു ഡെഫിനിഷൻ ഡാറ്റ കൊടുത്തിട്ടുണ്ടാവും. അതാണ് ഡെഫിനിഷൻ ലിസ്റ്റ്. നമുക്ക് ഈ തന്നിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യനിൽ അൺഓർഡേർഡ് ലിസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പേജ് ഡിസൈൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ HTML പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഉബുണ്ടു സോഫ്റ്റ്വെയർ ആണെങ്കിൽ ജീനി സോഫ്റ്റ്വെയർ ഓർ gedit ടെക്സ്റ്റ് എഡിറ്റർ. ഓക്കെ, അപ്പം ഞാനിവിടെ HTML പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ HTML ബേസിക് സ്ട്രക്ചർ ടൈപ്പ് ചെയ്യുക. HTML നെക്സ്റ്റ് ഹെഡ്, then next title, എന്നിട്ട് ആ ടൈറ്റിലിൻ്റെ സ്ഥാനത്ത് ഞാൻ ജസ്റ്റ് കേരള എന്ന് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ടൈറ്റിൽ കേരള, എന്നിട്ട് ടൈറ്റിൽ ക്ലോസ് ചെയ്യുക. ദെൻ ഹെഡ് ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് ബോഡി ഓപ്പൺ ചെയ്യുക. ബോഡി, ദെൻ ഈ ബോഡീൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ബോഡി ക്ലോസ് ചെയ്യുന്നുണ്ട്. ബോഡി, ദെൻ അതിന് മുന്നേ അത് കഴിഞ്ഞതിന് ശേഷം HTML ക്ലോസ് ചെയ്യുക. HTML. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഈ ബോഡിക്ക് നമുക്കൊരു കളർ സെറ്റ് ചെയ്യണം. ബോഡി BG കളർ, ഒരുമിച്ച് വേർഡാണ്. BG കളർ ഈക്വൽ ടു ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു കളറ് സെറ്റ് ചെയ്യുക. യെല്ലോ. എന്നിട്ട് ഞാൻ ഈ പ്രോഗ്രാം സേവ് ചെയ്യാൻ പോവാണ്. സേവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നോക്കുക. ഫയൽ, സേവ്. ഡെസ്ക്ടോപ്പിലോട്ടാണ് സേവ് ചെയ്യുന്നത്. ഞാൻ പ്രോഗ്രാമിൻ്റെ നെയിം കേരള
കേരള, അതിൻ്റെ എക്സ്റ്റൻഷൻ .html സേവ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഇത് സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പം ജസ്റ്റ് അതൊന്ന് നോക്കുക. ഓക്കെ, ഇവിടെ കേരള. ഓക്കെ, ഞാൻ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഔട്ട്പുട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. കളർ സെറ്റായി, ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റായി, വേറെ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ ഉള്ളിലോട്ട് ലിസ്റ്റിനെ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ലിസ്റ്റിനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇപ്പോൾ ലിസ്റ്റ് സെറ്റ് ചെയ്യാൻ നമുക്കറിയാം, ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്ത് ടൈപ്പ് ലിസ്റ്റാണെന്നുള്ളത് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ബുള്ളറ്റ് ആണ് എങ്കിൽ ഇത് അൺഓർഡേർഡ് ലിസ്റ്റ്, ദാറ്റ് മീൻസ് UL. ഇപ്പം ഞാനിവിടെ UL സ്പെസിഫൈ ചെയ്യുന്നു, UL. ഓക്കെ, ദെൻ ULൻ്റെ തൊട്ട് താഴെ എന്തൊക്കെ ഐറ്റംസാണ് നമ്മൾ കൊടുക്കുന്നത്, LI, ദെൻ ഇരവിക്കുളം, LI ക്ലോസ് ചെയ്യുക, LI. ദെൻ രണ്ടാമത്തെ ഐറ്റം എന്താണ്, മുത്തങ്ങ, LI മുത്തങ്ങ. ദെൻ LI ക്ലോസ് ചെയ്യുക, LI ക്ലോസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വൺ, അടുത്ത ടേം LI മൂന്നാർ. ദെൻ LI ക്ലോസ് ചെയ്യുക, LI ക്ലോസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വൺ കടലുണ്ടി, LI ഓപ്പൺ ചെയ്യുക, ദാറ്റ് മീൻസ് LI മീൻസ് ലിസ്റ്റ്, കടലുണ്ടി. ദെൻ LI ക്ലോസ് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്യുക. സേവ് എടുക്കാൻ ഷോർട്ട് കീ യൂസ് ചെയ്യുക, Ctrl+S. സേവ് ചെയ്തു. ഇനി പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ചെക്ക് ചെയ്യാണ്. പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് ഔട്ട്പുട്ട് നോക്കട്ടോ. പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. നമ്മൾ കൊടുത്തിട്ടുള്ള ഡാറ്റകളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. LI ഇരവിക്കുളം, മുത്തങ്ങ, മൂന്നാർ ആൻഡ് കടലുണ്ടി. ഇവിടെ നോക്കുക, ഈ ബുള്ളറ്റ്സ് ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. ഓക്കെ, നമ്മളൊന്നും കൊടുത്തിട്ടില്ല എങ്കിൽ ബൈ ഡിഫോൾട്ടായിട്ട് വെബ് ബ്രൗസർ എടുക്കുന്ന ഔട്ട്പുട്ടാണ് ഈ ബുള്ളറ്റ്സ്. ഇനി നമുക്ക് ഈ സ്ഥാനത്ത് സ്ക്വയർ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. എന്ത് ചെയ്യുക, UL ടൈപ്പ് = ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ സ്ക്വയർ എന്ന് ടൈപ്പ് ചെയ്യുക, സേവ് ചെയ്യുക, എന്നിട്ട് ഔട്ട്പുട്ട് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ബുള്ളറ്റ് മാറിപ്പോൾ ഇവിടെ സ്ക്വയർ വന്നില്ലേ. ഇങ്ങനെയാണ് ചേഞ്ചസ് വരുത്തുക. ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അൺഓർഡേർഡ് ലിസ്റ്റിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് ടൈപ്പ്. ദെൻ അതിൻ്റെ വാല്യൂ ആണ് സ്ക്വയർ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു ഹെഡിങ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഹെഡിങ്?
ക്വസ്റ്റ്യൻ ഇതാണ്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഇൻ കേരള. ഓക്കെ, ഇതാണ് നമ്മുടെ ഹെഡിങ്. അപ്പോൾ ഹെഡിങ് കൊടുക്കണം നമുക്ക്. അപ്പോൾ എങ്ങനെയാണ് ഹെഡിങ് കൊടുക്കുന്നത് നോക്കുക. നമ്മൾ ഈ ബോഡീൻ്റെ മുകളിൽ, തൊട്ട് മുകളിൽ പുതിയൊരു ടാഗ് സെറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് H1 ടാഗ്, H1 ഓർ H2, H3 അപ് ടു H6 ഏത് ടാഗും യൂസ് ചെയ്യുക. H1 എന്ന് പറയുന്നത് ബിഗ് സൈസിൽ വരും. H2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ വരുന്നതാണ്. അപ് ടു H6 പറഞ്ഞാൽ ഏറ്റവും സ്മോളസ്റ്റ് സൈസിൽ വരുന്നതാണ് H6. അപ്പം ഞാനിവിടെ H3 യൂസ് ചെയ്യുന്നുണ്ട്. ഒരു മീഡിയം ലെവലിൽ ഹെഡിങ് സെറ്റ് ചെയ്യാം. H3 ടാഗ് യൂസ് ചെയ്യുക. ദെൻ എന്താണോ ഹെഡിങ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഇൻ കേരള. ഓക്കെ, എന്നിട്ട് H3 ക്ലോസ് ചെയ്യുക. H3 ക്ലോസ് ചെയ്യുക, സേവ് ചെയ്യുക. ഇനി ഔട്ട്പുട്ട് റൺ ചെയ്ത് നോക്കുക. അപ്പോൾ ഔട്ട്പുട്ട് റൺ ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ഔട്ട്പുട്ട് ഇവിടെ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. ഇത് എക്സിക്യൂട്ട് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് ഇവിടെ വന്നിട്ടുണ്ട്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഇൻ കേരള. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇതിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഡിസൈൻ എ വെബ് പേജ് ആസ് ഷോൺ ഇൻ ബിലോ യൂസിങ് അപ്രോപ്രിയേറ്റ് ലിസ്റ്റ് ടാഗ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഇൻ കേരള. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തിൽ നിന്ന് വൈവ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലിസ്റ്റ് ടാഗുകൾ, ദെൻ എന്തൊക്കെയാണ് അതിൻ്റെ ആട്രിബ്യൂട്ട്സ്, ദെൻ എന്താണ് UL ടാഗ്, OL ടാഗ്, അതുപോലെ ഡെഫിനിഷൻ ലിസ്റ്റ്. ആ ഡെഫിനിഷൻ ലിസ്റ്റ്, ഡെഫിനിഷൻ ഡാറ്റ എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇതാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ. ഓക്കെ, താങ്ക് യു.